നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി സെൻസെക്സ് മിഡ് ക്യാപ് നിഫ്റ്റി അനാലിസിസ് ചെയ്യും. ഈ അനാലിസിസ് നാളത്തേക്കുള്ള അനാലിസിസ് ആണ്. ഇവിടെ ഷെയർ ചെയ്യുന്ന ലെവൽസ് എല്ലാം ലേണിംഗ് പേപ്പേഴ്സ് ലെവൽസ് ആണ്. ഏൺ ചെയ്താണ് നമ്മൾ സ്റ്റാർട്ട്. സോ നിഫ്റ്റി അനാലിസിസ് കിടക്കാം ഫസ്റ്റ്. ഓക്കെ, നിഫ്റ്റി നമ്മൾ കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എങ്ങനെയായിരുന്നു നമ്മുടെ ലാസ്റ്റ് വീഡിയോ ഞാൻ ഷെയർ ചെയ്തായിരുന്നു. 1, 2 and 3. ഓക്കെ, 3 വരെ പ്രൈസ് ഈ ചാനലിലെ എക്സ്റ്റൻഷനിലാണ്. തേർഡ് ആൻഡ് ദെൻ വീണ്ടും ഇന്ന് മോർണിംഗ് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്തായി, പ്രൈസ് ഒരു ഗ്യാപ്പ് അപ്പായി. ബട്ട് ചാനൽ ഞാൻ ഈ ചാനൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഇത് ചാനൽ ഇതുപോലെ തന്നെ വരച്ചിട്ടുണ്ടെങ്കിൽ എക്സാക്ട്ലി അറിയാൻ പറ്റും. നമ്മുടെ ഈ ചാനൽ ഭയങ്കര വാല്യൂബിൾ ചാനലാണ്, തേർഡ് വേവിൻ്റെ ചാനൽ എപ്പോഴും. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ പ്രൈസ് എന്ത് ചെയ്തു, കറക്റ്റ് ഗ്യാപ്പ് അപ്പ് താഴേക്ക് വന്നു, സപ്പോർട്ട് എടുത്തു എക്സാക്ട് ചാനലിൻ്റെ ലോന്ന്. ആൻഡ് ദെൻ വീണ്ടും അപ്സൈഡ് മൂവ്. ഓക്കെ, വീണ്ടും അപ്സൈഡ് മൂവ് തന്നെ. സോ സ്റ്റിൽ അത് തേർഡ് വേവിൻ്റെ തന്നെ മൂവ് ഉണ്ടായിരുന്നു. ചാനലിൻ്റെ ബ്രേക്ക് ഡൗൺ ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പറയാം എന്തായിരുന്നു, ദാറ്റ് മീൻസ് അത് ഫോർത്ത് വേവ് ആയിരുന്നു. ഓക്കെ, ചാനലിൻ്റെ ബ്രേക്ക് ഡൗൺ ആയാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അത് ഫോർത്ത് വേവ് ആയിരുന്നു. അല്ലെങ്കിൽ അത് എന്താണെന്ന് വെച്ചാൽ തേർഡ് വേവ് തന്നെയാണ് സ്റ്റിൽ. ഓക്കെ, സോ ഇന്ന് പ്രൈസ് ഫുൾ തേർഡ് വേവിലായിരുന്നു. ഓക്കെ, ഇനി തേർഡ് വേവിൻ്റെ കൺഫർമേഷൻസ് എന്താണ്, ഈ റെസിസ്റ്റൻസ് ഡൗട്ട് ഉണ്ടാവണമല്ലോ. ഈ റെസിസ്റ്റൻസ് എവിടെ നിന്ന് വന്നു, അത് വേണം, ഡൗട്ട് വേണം മാർക്കറ്റിൽ. ആക്ച്വലി ഡൗട്ട് വേണം. കാരണം വെച്ചാൽ തേർഡ് വേവ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫ്രം ഹിയർ ടു 1, 2 and 3. സോ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ എക്സ്റ്റെൻഡഡ് ഫിബൊനാച്ചി, ട്രെൻഡ് ബേസ്ഡ് എക്സ്റ്റെൻഡഡ് ഫിബൊനാച്ചി എടുക്കുക. And then from wave 1 and then wave 2 low, and ഇതാണ് wave 2 low, and വെച്ചോ, and exactly pinpoint 161.80% അവിടെ എക്സാക്ട്ലി ടച്ച് ചെയ്തു. അത്ര വരെ അറിയാലോ നോർമൽ പെർസെൻറ്റേജസ് ആൻഡ് ഇതിൻ്റെ ലെവൽസ് കാര്യങ്ങളൊക്കെ. സോ ഇതാണ് എക്സാക്ട്ലി നമ്മുടെ മാർക്കറ്റിൽ മറക്കണ്ട. എല്ലാവരും ഒരു കാര്യം ഓർത്ത് വെക്കണം. മാർക്കറ്റിൽ എപ്പോഴും ഏത് വേവാണ് ബിഗർ ടൈം 15 minutes ടൈം ഫ്രെയിമിൽ ഏത് വേവാണ് അതനുസരിച്ച് നമ്മുടെ ഫിബൊനാച്ചി യൂസ് ചെയ്ത് വെക്കുക. ഇപ്പോൾ തേർഡ് വേവ് ആണെങ്കിൽ എക്സ്റ്റൻഡ് ഫിബൊനാച്ചി യൂസ് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ ലെവൽസ് മാർക്ക് ചെയ്ത് വെക്കണം. അത് പിൻ പോയിൻറ്റ് ടച്ച് ചെയ്തിരിക്കും. ഓക്കെ, അതാണ് ഇത് കണ്ട ലാസ്റ്റ് ഒരു സ്പൈക്ക് തന്നു ആൻഡ് ദെൻ അവിടെ നിന്ന് ആ ഫോൾ വന്നു. സോ ഫോൾ വന്നത് വരേണ്ടതായിരുന്നു ഏത് ഫോർത്തിൻ്റെ ഫോൾ വരാനായിരുന്നു. ഓക്കെ, ഫോർത്തിൻ്റെ ഫോൾ എത്ര വരാനുണ്ട്, ഞാൻ ഈ ലെവൽസ് എല്ലാം ഒന്ന് ഡീറ്റ് ചെയ്തേക്കാം വേഗം. സോ നമ്മുടെ ഇതാണ് റെസിസ്റ്റൻസ് ഇതായിരുന്നല്ലോ. സോ ഇത് മാർക്ക് ചെയ്ത് വെച്ചേക്കാം. ഫോർത്തിൻ്റെ ഫോൾ എത്ര വരണം, ഈ ചാനലിൽ ഡിലീറ്റ് ചെയ്യാണ്. 50% അല്ലേ വരാവുള്ളൂ. സോ ഇനി നമ്മൾ നോക്കുവാണെങ്കിൽ ഫോർത്തിൻ്റെ ഫോൾ എത്ര വന്നേക്കണേ, 50% വന്നിട്ടില്ല. അതിൻ്റെ ബില്ലോ ആണ് പ്രൈസ് പോയേക്കണേ. റൈറ്റ്, പ്രൈസ് പോയേക്കണേയാണ് ബില്ലോ 61.80% ആണ് പോയേക്കണേ. സോ ഇത് ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് റീഡ് ചെയ്യേണ്ടത്, ഇത് A, B and C ആയിരുന്നത്, മനസ്സിലായോ? അത് C ആയിരുന്നു. കാരണം സി എന്ന് പറഞ്ഞാൽ 1, 2 and 3 മൂവ് ഉണ്ടാവുള്ളൂ. ഫോർത്ത് ആണെങ്കിൽ ഫോർത്തിൻ്റെ ഫോൾ 50% മാത്രമേ വരാവുള്ളൂ. അതിൻ്റെ ബിലോ പോയാൽ അത് കൺഫ്യൂസ് ആവും, ട്രാപ്പ് ആവും, വീക്ക്നെസ് ആകും. അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഫോർത്ത് വേവ് 50% ബിലോ പോയാൽ ദാറ്റ് മീൻസ് വീക്ക്നെസ് ഷോ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, മനസ്സിലായോ? അല്ലെങ്കിൽ എത്ര വരെ പോയിട്ട് ഇനി 50% തന്നെ റിവേഴ്സൽ എടുക്കുവാണെങ്കിൽ ദാറ്റ് മീൻസ് ഫോർദർ അപ്സൈഡ് ഇനി കിടക്കുന്നുണ്ട്. ബട്ട് ഇപ്പോൾ ഈ സിറ്റുവേഷൻ എന്തായി, 50% ബിലോ ആയല്ലോ. അത് 50% എത്ര ആയിരുന്നു, 24,580. സോ അതിൻ്റെ ബിലോ പ്രൈസ് പോയി ആൻഡ് ദെൻ കൺസോളിഡേഷൻ ഫേസ് ആണ്. ദാറ്റ് മീൻസ് പ്രൈസ് എവിടെയോ പ്രൈസിനകത്ത് ഒരു വീക്ക്നെസ് ഉണ്ട്. സോ ഇൻ കേസ് നാളെ ബൗൺസ് വന്നാലും പിന്നെ തിരിച്ച് താഴേക്ക് വരും. എത്ര വരെ, 81.20% വരെ വരാനുള്ള ചാൻസസ് ഉണ്ടാകും. 24,470. മറക്കണ്ട, പ്രൈസ് ട്രാപ്പ് ചെയ്യും നാളെ. ഈസിലി അപ്സൈഡ് മൂവ് ഒന്നും കിട്ടത്തില്ല. യെസ്, ഒരു ബൗൺസ് ആൻഡ് ദെൻ വീണ്ടും ഫാൾ വരാനുള്ള ചാൻസസ് ഉണ്ടാവും. ഈ 470 ബ്രേക്ക് ആയാൽ പിന്നെ ഈ ലോ ആൻഡ് ദെൻ ഫർദർ ഡൗൺ സൈഡ് ഉണ്ടാവും. ഓക്കെ, ഡൗൺ സൈഡ് ലെവൽ ഞാൻ ഇനി നെക്സ്റ്റ് ഒരു പറയാനുള്ളത് എനിക്ക് എന്താണ്. സോ ഡൗൺ സൈഡ് ലെവൽ ഇൻ കേസ് ഇത് ബ്രേക്ക് ആണെങ്കിൽ നമ്മുടെ 81.20%, ദാറ്റ് മീൻസ് 24,470 ഇത് ബ്രേക്ക് ആണെങ്കിൽ ഈ ഒരു ലെവൽ നല്ലൊരു ലെവലാണ്. ശരിക്കും മാർക്ക് ചെയ്ത് വെച്ചു. ഇൻ കേസ് ട്രാപ്പ് ചെയ്യാനാണെങ്കിൽ 24,370. ട്രാപ്പ് ചെയ്യാനാണെങ്കിൽ ഈ ലോ എടുത്തിട്ട് അവർ വീണ്ടും പ്രൈസ് പറപ്പിക്കാനുള്ള ചാൻസസ് ഉണ്ടാകും. അത് നമുക്ക് ഡിഫറെൻറ്റ് ഒരു വേറെ കളർ യെല്ലോ കളറിൽ മാർക്ക് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, യെല്ലോ ഗ്രീൻ കളറിൽ മാർക്ക് ചെയ്ത് ട്രാപ്പ് ചെയ്യാനാണെങ്കിൽ അവർ അങ്ങനെ ചെയ്യും. ഓക്കെ, ഞാൻ പറഞ്ഞു തരാം എന്താണ് റീസൺ. ഇത് ഫസ്റ്റ് എന്താണ് നമുക്ക് നോക്കാനുള്ള 60 ഇന്നത്തെ ലോ ഈ ഒരു ലോ ബ്രേക്ക് ചെയ്യാനാണ് നമ്മളെ ഫർദർ നമ്മുടെ ഈ നെക്സ്റ്റ് ലെവൽ കിട്ടുകയുള്ളൂ. ഇന്നത്തെ ലോ ഇത് ഗ്രീനാക്കി മാർക്ക് ചെയ്യാം സപ്പോർട്ട്. ഓക്കെ, സോ ഇന്നത്തെ ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ നെക്സ്റ്റ് ലെവൽ 470 ആക്റ്റീവ് ആകും. 81.20% ആണ്. 470 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രമേ 100% ആൻഡ് 101% വരും. 101 കൂടി ബ്രേക്ക് ചെയ്യാൻ പിന്നെ ഇച്ചിരി പ്രശ്നമാണ്. പിന്നെ മറ്റേ ലോ സേഫ് അല്ല. ലോ സേഫ് അല്ല, അത് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഏത് ലോ ആണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത 1 hour ടൈം ഫ്രെയിം നമ്മൾ ഇവിടെ എൻഡിങ് പാറ്റേൺ ഉണ്ടാക്കിയായിരുന്നുള്ളത്.
ഇവിടെ ഈ ഒരു പാറ്റേൺ. ഓക്കെ, സോ ഇതിൻ്റെ ഫോളാണല്ലോ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. സോ അതാണ്. സോ ഈ ലോ പിന്നെ സേഫ് അല്ല. പിന്നെ ഫർദർ നല്ല പോലെ ഡൗൺ സൈഡ് പിന്നെ ഈ 24,170 ആക്റ്റീവ് ആകും. ഓക്കെ, ആൻഡ് ഈ ലോ കൂടി മാർക്ക് ചെയ്ത് വെച്ചേക്കണം കേട്ടോ. ഈ നമ്മുടെ ഇതിൻ്റെ ലോ, ഈ ലോ കൂടി മാർക്ക് ചെയ്ത് വെച്ചു. സോ സപ്പോർട്ട്സ് വരുന്നുണ്ട്, ശ്രദ്ധിക്കണം. ട്രാപ്പിയാണ് മാർക്കറ്റ് ഇച്ചിരി ഈസി മൂവ് കിട്ടുന്നില്ല. സെൽ പെട്ടെന്ന് സെൽ വന്നുകൊണ്ടിരിക്കുകയാണ്. സോ ശ്രദ്ധിക്കുക. ഓക്കെ, ബുളിഷ് ആവുന്നത് എപ്പോഴാണ്? ഇതിൻ്റെ അബവ് പോവുകയാണെങ്കിൽ കുറച്ച് ബുളിഷ്നെസ് സ്റ്റാർട്ടാകും. ഈ റെസിസ്റ്റൻസിൻ്റെ അബവ്. ഓക്കെ, ഈസിലി അപ്പ് മൂവ് കിട്ടത്തില്ല. അപ്പ് മൂവ് ഈസി കിട്ടാനുള്ള ചാൻസസ് ഇച്ചിരി കുറവാണ്. ഓക്കെ, 24,620 അബവ്, 24,620 അബവ് റെഗുലർ പ്രൈസ് സസ്റ്റെയിൻ ആവാൻ തുടങ്ങിയാൽ ഓക്കെ നമുക്ക് പറയാം പ്രൈസ് ഫർദർ അപ്സൈഡ് കാണിക്കാൻ തുടങ്ങുവാണ്. ഓക്കെ, സോ നോക്കാൻ നാളെ എങ്ങനെയാണ് ശ്രദ്ധിച്ചിട്ട് വേണം ട്രേഡ് ചെയ്യാൻ. 24,620 അബവ് പ്രൈസ് റെഗുലർ സസ്റ്റെയിൻ ആവുകയാണെങ്കിൽ മാത്രമേ നമുക്ക് പറയാം ഇത് ഇത് എ, ഇത് ബിയുടെ ഫോൾ ഇത്ര വരെ ഉണ്ടായി. ഇനി സി അപ്കമിങ് ടൈമിൽ നമുക്ക് മുകളിലേക്ക് നോക്കാം. ഓക്കെ, ഇൻ കേസ് ഇതിൻ്റെ ബില്ലുവാണെങ്കിൽ പ്രൈസ് സ്ലോലി താഴേക്ക് ഇവിടെ എവിടെയെങ്കിലും നോക്കിയിട്ടു 470, 24,470 അവിടുത്തെ റിവേഴ്സൽ എടുക്കാൻ കുറച്ച് ബെറ്ററാണ്. കാരണം വെച്ചാൽ ഈ പ്രൈസ് വന്നെങ്കിൽ സിക്സാക്ട് ഫോളാണ് നമ്മൾ പറയും. ഫാസ്റ്റ് ഷാർപ്പ് ഫോളാണ്. ഇത് വന്നെങ്കിൽ ഷാർപ്പ് ഫോളാണ്. ഞാൻ ഇന്ന് മാർക്കറ്റിൽ നമ്മുടെ എൻ്റെ യൂട്യൂബ് വീഡിയോ ഞാൻ ഇന്നലത്തെ പോസ്റ്റ് ചെയ്തായിരുന്നു. അതിൻ്റെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റും ചെയ്തായിരുന്നു ഞാൻ. പ്രൈസ് ഇവിടെ പ്രൈസ് റെസിസ്റ്റൻസ് സോണിലാണ്, റെസിസ്റ്റൻസ് വന്നുകൊണ്ടിരിക്കുകയാണ്, ശ്രദ്ധിക്കുക. കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്തായിരുന്നു. 1-2 പേര് ആക്റ്റീവ് ഉണ്ടായിരുന്നു. അവർക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടുകയാണ്. ബട്ട് എല്ലാവരും കൂടി ശ്രദ്ധിക്കുക. മാർക്കറ്റ് ഇച്ചിരി ട്രാപ്പിയാണ്. പ്രീമിയം ബിഹേവിയർ കുറച്ച് ഡിഫറെൻ്റ് ആണ്. കാരണം എന്ന് വെച്ചാൽ ഈ എക്സ്പയറി സഡൻ ട്യൂസ്ഡേ ആക്കിയല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ കേട്ടോ. സോ ഇതാണ് ഇനി നമ്മുടെ നിഫ്റ്റി കഴിഞ്ഞു. ഇനി ബാങ്ക് നിഫ്റ്റി പ്ലീസ് എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, ബാങ്ക് നിഫ്റ്റി ഈ ട്രാങ്കിൾ അന്ന് ഞാൻ ഇത് ഷെയർ ചെയ്തായിരുന്നു. അതിൻ്റെ ബൗൺസ് കൂടി വന്നു. യെസ്, ഇനി ബാങ്ക് നിഫ്റ്റി ആണ് കുറച്ചുകൂടി കൂടുതൽ ക്രൂഷ്യൽ സിറ്റുവേഷനിലാണ് ബാങ്ക് നിഫ്റ്റി. ബാങ്ക് നിഫ്റ്റി നമ്മൾ ഈ ഒരു ട്രാങ്കിൾ പാറ്റേൺ ഷെയർ ചെയ്തായിരുന്നു, എൻഡിങ് ലെവൽ പാറ്റേൺ. ഓക്കെ, സോ ബാങ്ക് നിഫ്റ്റി ഭയങ്കര ഒരു വല്ലാത്തൊരു മൂവാണ്. നമ്മൾ ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി നമ്മൾ ഇങ്ങനെ കൗണ്ട് ചെയ്യുമായിരുന്നു അന്ന് 1, 2, 3, 4 and 5. ഓക്കെ, 5 മൂവ്സ് കഴിഞ്ഞ് സെക്കൻഡ് ഫോൾ ഓൺ ഗോയിങ് ആണ് ബാങ്ക് നിഫ്റ്റിയുടെ. സോ സെക്കൻഡ് ഫോൾ ഓൺ ഗോയിങ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ഇനി ബാങ്ക് നിഫ്റ്റി സപ്പോർട്ട് എടുത്താലേ രക്ഷയുള്ളൂ, അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റി പൊട്ടിയാൽ നിഫ്റ്റിയും ബ്രേക്ക് ഡൗൺ കാണിക്കും. ഓക്കെ, സോ ബാങ്ക് നിഫ്റ്റി നമ്മുടെ ഇതാണ്. യെസ്, നിഫ്റ്റിയുടെ ബാങ്ക് നിഫ്റ്റിയുടെ ഇവിടുത്തെ ലോ, ഹൈ ആൻഡ് ലോ നമ്മൾ എക്സാക്റ്റ് നോക്കി. ഇനിയാണ് നമ്മുടെ സപ്പോർട്ട് ലെവൽ ഏതാ വരുന്നത്? അത് ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് ഈ ഒരു ലോ. ഓക്കെ, ലാസ്റ്റ് ഞാൻ സപ്പോർട്ട് ഇവിടെ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇത് ഈ ഒരു ലോ നല്ലൊരു സപ്പോർട്ട് ഏരിയ ആണ്. മറ്റേതൊക്കെ ബ്രേക്ക് ചെയ്തു. ഓക്കെ, ഇനി ഇൻ കേസ് ആ ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നെ 50% മറ്റേ ഡോർ ഓപ്പൺ ആയിരിക്കും. ഏതാ ഇത്ര വരെ പിന്നെ പ്രൈസ് പോകാനുള്ള ചാൻസസ് ഉണ്ടാകും ബാങ്ക് നിഫ്റ്റിയിൽ. സോ ബാങ്ക് നിഫ്റ്റി ഇനി മസ്റ്റ് ആണ്. നമുക്ക് നാളെ ബാങ്ക് നിഫ്റ്റി ഇവിടെ സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറേണ്ടതാണ്. ഈ പ്രൈസ് ഹോൾഡ് ചെയ്ത ഈ ലോ ഹോൾഡ് ചെയ്താൽ കുറച്ചുകൂടി ബെറ്ററാണ് ഫോർ നിഫ്റ്റി ഫോർ ദിവസം. അപ്പോൾ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി മനസ്സിലായാലോ, രണ്ടും എവിടെ കിടക്കുന്നത്? നല്ലൊരു ഡേഞ്ചറസ് സോണിലാണ് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി കിടക്കുന്നത്. ഓക്കെ, സോ ഈ ഒരു രണ്ട് സോണാണ് ബാങ്ക് നിഫ്റ്റിയുടെ നല്ലൊരു സപ്പോർട്ട് സോൺ. മേ ബി നോക്കാം നാളെ എങ്ങനെയാണ് ഇതിൻ്റെ. ഓക്കെ, സോ ബാങ്ക് നിഫ്റ്റി ഇനി ബുള്ളിഷ് ഇതിൻ്റെ അബവ് ഇത് റെസിസ്റ്റൻസ് ആണ്. സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ച് കയറുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആണ്. കുറച്ചുകൂടി ബെറ്റർ ഫോർ ഇൻഡെക്സ്, ബോത്ത് ഇൻഡെക്സസ്. ഇതിൻ്റെ ബിലോ 2 ഇൻഡെക്സസ് ഒരുമിച്ച് ഇങ്ങനെ പോവുകയാണെങ്കിൽ നല്ല ഫോൺ നമുക്ക് അപ്കമിങ് ടൈമിൽ കിട്ടും. ഓക്കെ, ഇനി നമുക്ക് സെൻസെക്സ് നോക്കാം. സെൻസെക്സ് നിഫ്റ്റിയുടെ പോലെ തന്നെ ആയിരിക്കുള്ളൂ, ചേഞ്ചസ് ഒന്നും ഉണ്ടാവാറില്ല. നിഫ്റ്റിയുടെ പോലെ തന്നെ നമ്മൾ കൗണ്ട് ചെയ്യുന്നത് എങ്ങനെ 1, 2, 3 ആൻഡ് ഫുൾ നമ്മുടെ കൗണ്ട് ഈ ഒരു ലോ ആണ് നമ്മൾ 0 ബോട്ടം നമ്മൾ കൗണ്ട് ചെയ്യുന്നത്. ആൻഡ് ഫ്രം ഹിയർ ഇവിടെ വരെ നമ്മൾ നോക്കുകയാണെങ്കിൽ 81.0% ഇതിൻ്റെ എവിടെ കിടക്കണം? ഈ ഒരു ഏരിയ ആണ്. ഓക്കെ, ഇതിൻ്റെ ബിലോ പ്രൈസ് പോവുകയാണെങ്കിൽ 79,925 ഇതിൻ്റെ ബിലോ പ്രൈസ് പോവുകയാണെങ്കിൽ അപ്പോൾ സെൻസെക്സ് ശ്രദ്ധിക്കണം. പിന്നെ സെൻസെക്സിൻ്റെ ഈ 101% ലെവലാണ് ഇത്. ഓക്കെ, അത് സപ്പോർട്ട് സോണാണ് മാർക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. ഓക്കെ, ആൻഡ് ദെൻ സപ്പോർട്ട് സെൻസെക്സിൻ്റെ പിന്നെ റെസിസ്റ്റൻസ് വരുന്നത് ഇതാണ്. നെക്സ്റ്റ് റെസിസ്റ്റൻസ് നമ്മൾ നിയറസ്റ്റ്. ഓക്കെ, അത്രേ ഉള്ളൂ എനിക്ക് സെൻസെക്സിൽ പറയാൻ. നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട് പോകാം. നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട്. യെസ്, ഓക്കെ, ഗോയിങ് ഗുഡ്. നിഫ്റ്റി മിഡ് ക്യാപ്പിൽ കൂടുതലൊന്നും പറയാൻ നമുക്കില്ല. ഇത് തന്നെയാണ് ഇതിൻ്റെ സപ്പോർട്ട്. ഈ ഒരു ഏരിയ നല്ല ഒരു സപ്പോർട്ടാണ്. ഇത് കണ്ട റെസിസ്റ്റൻസ് എടുക്കുന്നു. ഓക്കെ, പിന്നെ താഴെ ഡൗൺ റെസിസ്റ്റൻസ്, പിന്നെ ഡൗൺ, പിന്നെ ഇവിടെ ഇത്
ബ്രേക്ക് ഔട്ട് എന്തെങ്കിലും മീൻ സപ്പോർട്ട് വീണ്ടും തിരിച്ച് കയറി. ഇവിടെ സപ്പോർട്ട് സോ സപ്പോർട്ടാണ് ഇത് ഒരു ഏരിയ. കൗണ്ട് ഇതിനകത്ത് ചെയ്യണമെങ്കിൽ സ്മോൾ ടൈം ഫ്രെയിം, ബിഗർ ടൈം ഫ്രെയിമിലൊന്നും കാണുന്നില്ല എനിക്ക്. സ്മോൾ ടൈം ഫ്രെയിമിൽ നിന്ന് നോക്കുകയാണെങ്കിൽ സിംഗിൾ ലെഗിലാണ് പോയിരിക്കുന്നത്, 1 തന്നെയാണ് പോയിരിക്കുന്നത് മുകളിലേക്ക്. ഇത് കണ്ടോ 50 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ സിംഗിൾ ലെഗിലാണ് പോയിരിക്കുന്നത്. സോ റെസിസ്റ്റൻസ് യെസ്, ഈ ഒരു ഏരിയ തന്നെ റെസിസ്റ്റൻസ് ആണ്. സപ്പോർട്ട് ഇതാണ്. ഇൻ കേസ് പ്രൈസ് താഴേക്ക് വരികയാണെങ്കിൽ ഇത് ഫിബനാച്ചി ഇങ്ങനെ ഫ്രോം ഹിയർ ടു ആ ഒരു ടോപ്പ് വരെ ഇങ്ങനെ വെച്ചാൽ മതി. ഓക്കെ, സിംഗിൾ ലെഗിൽ പോയിരിക്കുന്നത്. സോ എനിക്കതിനകത്ത് കൂടുതലൊന്നും പറയാനൊന്നുമില്ല. സ്മോൾ ടൈം ഫ്രെയിമിൽ വന്ന് എന്തെങ്കിലും നോക്കാനാണെങ്കിൽ നോക്കിയാൽ മതി. ഓക്കെ, സോ 1 2 3 4 5 ഇയേഴ്സ് കുറച്ച് താഴേക്ക് വരാനുള്ള റീട്രേസ്മെൻറ്റ് താഴെയുള്ള ചാൻസസ് കൂടുതലാണ്. താഴേക്ക് വരാനുള്ള ചാൻസസ് കുറച്ചുകൂടി കൂടുതലാണ് ഇപ്പോൾ ഇതിനകത്ത് കാണിക്കുന്നത്. ഓക്കെ, സോ ഈ ലോ 650 ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഫർദർ ഡൗൺ സെറ്റ് ലെവൽസ് ആക്റ്റീവ് ആവും. 50%, 61.80%, 81.20% ഇതൊക്കെ ആക്റ്റീവ് ആവും. ഓക്കെ, സോ സി യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു സോ മച്ച്.